Hi friends, welcome to my channel. ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ പേഴ്സ് കൊണ്ടു നടക്കുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ അതിന് വേണ്ട കേട്ടോ. ഇതുപോലത്തെ ഒരു കീ ചെയിൻ പേഴ്സ് ആയാലോ? അങ്ങനെ ഒരു തോട്ടിൽ നിന്ന് കേട്ടോ ഇങ്ങനെ ഒരു പേഴ്സ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നിയത്. ഈ പേഴ്സിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ATM കാർഡും കുറച്ച് ക്യാഷും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊരു പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പേഴ്സ് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കീ ചെയിൻ മാത്രം കൊണ്ടു നടന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പകുതി ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ ഈ പേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. ഇങ്ങനെ ഒരു പേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഏതെങ്കിലും 2 കളറിലുള്ള തുണിയാണ്. ഒരു കളറ് പ്രിന്റഡ് ആയാലും നല്ലതാണേ, ഒരു കളറ് സിംഗിൾ പ്ലെയിൻ ആയാലും നല്ലതാണ്. അപ്പം നമ്മൾ അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. പാത്രത്തിന് ഇന്ന സൈസ് എന്നൊന്നുമില്ല, നമുക്ക് ഏത് സൈസിലാണോ പേഴ്സ് വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. സർക്കിൾ വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണേ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാനിവിടെ ചീത്തവശത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തതും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതും ചീത്തവശത്ത് തന്നെയാണ്. നല്ല വശത്ത് ആരും മാർക്ക് ചെയ്യാനും പാടില്ല, സ്റ്റിച്ച് ചെയ്യാനും പാടില്ല. കാരണം നമ്മൾ ഇത് ഫുള്ള് റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് തിരിച്ചിട്ടിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീത്തവശത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചീത്തവശത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈ കയറ്റാൻ പരുവത്തിന് ഒരു ഹോൾ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം നമുക്കത് വലിച്ച് പുറത്തെടുത്ത് വേണം ഇതുപോലെ പുറത്തെടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിടണേ. അതിനുശേഷം നമ്മൾ ആ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു പിന്ന് വെച്ചിട്ടോ ഫ്രണ്ടിലോട്ട് എടുത്ത് അത് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണേ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ അത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണേ. അകത്തോട്ട് കയറിയിരിക്കുന്ന എല്ലാ പോർഷനും ഇതുപോലെ വെളിയിലോട്ട് എടുത്തിട്ടിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. ഓപ്പൺ ചെയ്ത ഭാഗം മാത്രമല്ല, നമ്മൾ ഫുള്ളായിട്ടുള്ള സർക്കിള് അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും നമ്മൾ ഓപ്പൺ ചെയ്ത സൈഡും അല്ലാത്ത എല്ലാ സൈഡും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ടേപ്പിൽ മാർക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു 4.25 അല്ലെങ്കിൽ 4.5 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാവേ. രണ്ട് സൈഡും അതുപോലെ 4.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം താഴ്വശം മുകളിലോട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതും ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഈ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ, മാറി പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കീ ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം വേണമല്ലോ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ മെഷർമെൻറ്റ് കാണിച്ചതുപോലെ തന്നെ അതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കീ ചെയിനോട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പീസാണ്. അതുകൊണ്ട് തന്നെ ആ പീസ് രണ്ടായിട്ട് മടക്കി നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗം മുഴുവൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ മുകളിലത്തെ ഭാഗം താഴോട്ട് മടക്കുമ്പോൾ നമുക്ക് ആ പേഴ്സിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് പേഴ്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമുക്ക് പ്രസ് ബട്ടൻ്റെ സഹായം വേണം അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ പ്രസ് ബട്ടൺ രണ്ട് സൈഡിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ് ബട്ടൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഫ്രണ്ടിൽ വെച്ചതുപോലെ തന്നെ മറ്റേ സൈഡിലും വയ്ക്കുക. അതിനുശേഷം പ്രസ് ചെയ്തിട്ട്
കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആട്ടോ, പെട്ടെന്ന് അടന്നു പോകുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഒരു പേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ATM ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റായിട്ട് ATM കൊള്ളുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാഷും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ക്യാഷ് അത്യാവശ്യം നമുക്ക് അതിനകത്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിൾ അല്ലേ ഇങ്ങനെ ഒരു പേഴ്സ് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനായിട്ട്? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ കീ ചെയിനിലോട്ട് എടുത്തിടുവാണ്. ഞാൻ 2 വീലർ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഈ ക്യാഷ് കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ 2 വീലർ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒരു പേഴ്സ് ആണെങ്കിലും നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ATM നിർത്തണമെങ്കിലോ പെട്രോൾ പമ്പിൽ നിർത്തണമെങ്കിലോ ഒക്കെ നമ്മൾ സീറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് പേഴ്സ് എടുത്ത് പൈസ എടുത്ത് കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒത്തിരി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ ചെന്നിട്ടാണെങ്കിലും നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്താൽ അത്രയും സന്തോഷം.